ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിനെ കാണാതെ അനിയന്മാർ നാട് നീളെ ഓടി നടന്ന് അന്വേഷിക്കുക. സുധീഷും അതുപോലെ ഹരീഷും നികേഷും അച്ഛനും നിധിക്ക് പറ്റുന്ന പോലെ നിധിയും എല്ലാവരും അന്വേഷിക്കുകയാണ്. അപ്പോൾ വർക്ക് സൈറ്റിൽ ചെന്നിട്ട് സുഭാഷേട്ടൻ ഇന്ന് ജോലിക്ക് വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ചെന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഇതുമില്ല. അതിനുശേഷം അച്ഛൻ കടകളായ കടകൾ തപ്പുന്നു. അതുപോലെ തന്നെ സുധീഷും ഓരോ കടകളിൽ കൂടെ കയറി നോക്കുന്നു. അപ്പോൾ ഈ സുഭാഷേട്ടൻ ഇത് എവിടെ പോയി കിടക്കുമായിരിക്കും എന്നും നികേഷ് പറഞ്ഞു. എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, നീ വണ്ടി കയറിക്കെന്നും പറഞ്ഞുകൊണ്ട് നികേഷിനെ വിളിച്ചു വണ്ടി കയറ്റി. പിന്നെ ഫോട്ടോ കാണിച്ച് ഓട്ടോക്കാരോട്, വഴി യാത്രക്കാരോട്, കച്ചവടക്കാരോട് അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുക. പക്ഷെ ആരും കണ്ടവരില്ല, ആരും അറിയുന്നവരില്ല, ഒന്നുമില്ല. അപ്പോഴാണ് സുഭാഷിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ഭായി അതിലെ വരുന്നത്. അപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, സുധീഷേട്ടൻ സുഭാഷ് ഏട്ടൻ ജോലിക്ക് വന്നു. അപ്പോൾ സുഭാഷ് ഏട്ടൻ ജോലിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ വേറെ സൈറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഭാഷിനെ പറ്റി അദ്ദേഹം പറഞ്ഞു കൊടുത്തനുസരിച്ച് സുധീഷ് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കാണാതെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുഭാഷ് ഏട്ടനെ പറ്റി ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സുഭാഷ് ഏട്ടൻ അങ്ങനെ എങ്ങോട്ടും പോകത്തൊന്നുമില്ല, അപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് ബായി അങ്ങ് പോയി. പക്ഷേ സുധീഷ് ഭയങ്കര ടെൻഷനില്ല. നിധിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴത്തേക്ക് ഹരീഷും നികേഷും കൂടെ വന്നു. സുഭാഷ് ഏട്ടൻ വന്നോ എന്നും ചോദിച്ചേ. അപ്പോൾ ഇല്ല, വന്നില്ല. എവിടെ പോയെന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സുഭാഷ് ഏട്ടൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു. എവിടെ സുഭാഷ് ഏട്ടൻ എത്തിയിട്ടില്ല. സുഭാഷ് ഏട്ടൻ അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ജോലി ചെയ്ത എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചു. ഒരു വിവരവും ഇല്ല എന്ന് സുഭാഷിനെ പറ്റി ഹരീഷ് പറയാം. അപ്പോഴാണ് സുധീഷ് വരുന്നത്. സുധീഷ് ഓടിക്കയറി വന്നപ്പോഴേക്കും സുധീഷ് ഏട്ടാ എന്തായെന്ന് വെച്ചു. അപ്പം ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഹരീഷേ എന്ന് പറയാം കേട്ടോ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നികേഷ് ഭയങ്കര കരച്ചിൽ. എടാ കുഴപ്പമില്ല, നീ സങ്കടപ്പെടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ച് നികേഷിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. ആകെ വശപ്പശകായിട്ട് അച്ഛൻ കയറി വരുന്നത്. എന്തെങ്കിലും അറിഞ്ഞോ എന്ന് അച്ഛൻ കയറി വന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ദയനീയ അവസ്ഥയിൽ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുക. പെണ്ണാണെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇത് പാണായി പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവനറിയാൻ ചെന്നെത്തിയ സ്ഥലം, തിരിച്ചു വരണമെന്ന് തോന്നുമ്പോൾ വരട്ടെ എന്നും പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ കട്ടിലിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നിധിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ. അപ്പോൾ പോലീസോ അല്ല, പോലീസിലൊക്കെ പറയണമെന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ വേറെന്താ നമ്മൾ പറയേണ്ടത്, വേറെന്താ ചെയ്യാനുള്ളത്? നമ്മൾ അന്വേഷിക്കുന്നത് പോലെ അല്ല അവർ അന്വേഷിക്കാം. ഇനി സുഭാഷ് ഏട്ടൻ വേറെ ദൂരേക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിധി ഇങ്ങനെ പറയാം. നമ്മൾ മാത്രമായിട്ട് അന്വേഷിച്ചാൽ അത് ശരിയാവില്ല എന്നും നിധി പറയാട്ടെ അവരോട്. നമുക്ക് ആദ്യം ഒരു പരാതി കൊടുക്കാം. സുഭാഷ് ഏട്ടൻ എവിടെയാണെന്ന് അവർ കണ്ടുപിടിക്കും. പിന്നെ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് ഇറങ്ങിയ ഒരു സമയം ഏകദേശം കണക്കാക്കി ഒരു പരിസരത്തുള്ള CCTV ഒക്കെ ചെക്ക് ചെയ്യില്ലേ എന്നൊക്കെ നിധി ചോദിക്കുക ഇവരോട്. അതൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. പരാതി കൊടുത്താലും നമുക്ക് അന്വേഷിക്കാനുള്ളത് അന്വേഷിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷ് ഭയങ്കര കരച്ചിൽ. എടാ കരയിലെടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനെ സമാധാനിപ്പിക്കായി വരും. അതിനുശേഷം സുധീഷും നിധിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പരാതിയുമായിട്ട്. അപ്പോൾ സാധാരണ നിങ്ങളെക്കുറിച്ചാണല്ലോ പരാതി തരാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് പരാതി ഉള്ളതെന്ന് SI ഇവരോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ പുറത്ത് ആരെയും കുറിച്ചല്ല സാറെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലാരെങ്കിലും കുറിച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും എതിരെയുള്ള പരാതിയല്ല സാർ, ഞങ്ങളുടെ ചേട്ടനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എന്ന് നിധി ഇങ്ങനെ സാറിനോട് പറയുന്നു. അത് പറയാനും അന്വേഷിക്കാനും വേണ്ടി വന്നതാണെന്നും പറഞ്ഞു. ചേട്ടനെന്ന് പറയുമ്പോൾ അത് എൻ്റെ ചേട്ടനാ സാറേ എന്ന് സുധീഷ് പറഞ്ഞു. ഓ, ആ മേസ്ത്രി പണിക്ക് പോകുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വഴക്കോ മറ്റോ വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്ന് മുതലാണ് കാണാതായതെന്ന് ചോദിച്ചപ്പം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആൾ വീട്ടിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരോടും പറയാതെ ജോലിക്കെല്ലാം പോയതായിരിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു പതിവില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാണാനില്ല എന്ന് നിങ്ങളെങ്ങനെ ഉറപ്പിച്ചതെന്ന് ചോദിച്ചപ്പം കത്തെഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കത്ത് സാറിന് കൊടുത്തു. സാർ അത് വായിച്ചു. അപ്പോൾ ഏട്ടന് വേണ്ടി കുറേ കല്യാണാലോചനകളൊക്കെ വന്നെങ്കിലും ഒന്നും ശരിയായില്ല എന്ന് നിധി അന്നേരം പറയാം. അവസാനം വന്നവർക്ക് ജാതകം നിർബന്ധമായിരുന്നെന്നും അത് പരിശോധിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ നിധി പറയുവാണ്. അപ്പോൾ ഈ ജാതകക്കാരൻ ഉള്ള വീട്ടിൽ പെണ്ണ് വാഴില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം സാർ ഇങ്ങനെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ നിധി A to Z കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നിങ്ങളുടെ ചേട്ടൻ ആ ജോത്സ്യർ പറഞ്ഞെല്ലാം വിശ്വസിച്ചിട്ട് പോയതാണെന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നോ, കുറേ രേഖകളും കാണിച്ച് കുറേ രാഹുവിനെയും കേതുവിനെയൊക്കെ അതിനകത്തേക്ക് കുത്തി കയറ്റിയിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആക്കുന്നതൊക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ? 90% പേർക്കും വിശ്വാസമാണ് സാറേ. വെറും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കാണിച്ചാൽ എപ്പോൾ കല്യാണം കഴിഞ്ഞു, എപ്പോൾ ഭർത്താവ് ചതിക്കും, എപ്പോൾ കുട്ടികളുണ്ടാകുന്നു ഓൺലൈനായി പറയുമെന്നും പറഞ്ഞ് എത്ര സിനിമാ നടിമാരാ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ
കൂടെയുള്ള പോലീസുകാർ SI സാറിനോട് പറയുമ്പം എടോ അതൊക്കെ അവരുടെ തൊഴിൽ, കാശ് കൊടുത്ത് അവരെന്ത് പരസ്യവും ചെയ്തു കൊടുക്കും എന്ന് വെച്ച് അത് വിശ്വസിച്ച് ജീവിതം നശിപ്പിക്കുകയാണോ വേണ്ടതെന്നൊക്കെ സാറ് ചോദിക്കുക ഇവരോട് രണ്ടുപേരോടും. ഈ ലെറ്റർ കണ്ടിട്ട് നിങ്ങളുടെ ചേട്ടൻ ആ ജോത്സ്യം പറഞ്ഞത് വിശ്വസിച്ച മട്ട. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാർ, അയ്യോ അങ്ങനെ സംഭവിച്ചിരിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്നാ സാറ് പറഞ്ഞു. എന്തായാലും ഒരു പരാതി എഴുതിത്താ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പരാതി എഴുതി മേടിച്ചു. അങ്ങനെ നമ്മുടെ സുധീഷും നിധിയും കൂടെ പരാതി എഴുതി കൊടുത്തു, ഒപ്പിട്ട് കൊടുത്തു. അതിനുശേഷം അവരിങ്ങനെ പുറത്ത് വന്നിരിക്കും കേട്ടോ. സുധീഷിനാണെങ്കിൽ മിണ്ടാൻ പോലും കഴിയുന്നില്ല. സുധീഷ് ഭയങ്കര കരച്ചിലാണ്. അപ്പം നിധി ഇങ്ങനെ അടുത്ത് വന്നിരുന്നപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ തകർന്നിരിക്കുന്നത് നിധിക്ക് മനസ്സിലായി. നിധി അന്നേരം സുധീഷിൻ്റെ തോളത്ത് ഇങ്ങനെ കൈ വെച്ചു. നിധിയുടെ കൈ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ഭയങ്കര കരച്ചിൽ. സുധീഷ് സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ. അയ്യോ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ കരച്ചില്ല. അപ്പം സുധീഷേ ഇങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക. അപ്പോഴത്തേക്കും സുധീഷ് എൻ്റെ സുഭാഷേട്ടൻ നിധി എന്നും പറഞ്ഞ് സുധീഷ് ഭയങ്കര കരച്ചില്ലേ, സഹിക്കാൻ പറ്റാതെ കരയുന്നു. അപ്പോൾ സുധീഷ് ഇങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞ് നിധി ഇങ്ങനെ സമാധാനിപ്പിക്കാം. സുഭാഷേട്ടൻ എങ്ങും പോവില്ല എന്നും പറഞ്ഞ് നമ്മുടെ നിധി സമാധാനിപ്പിക്കുന്നു. പക്ഷേ സുധീഷാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. എൻ്റെ സുഭാഷേട്ടൻ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈ ഊപ്പി പറയാം, എൻ്റെ സുഭാഷേട്ടൻ ഇത് എവിടെ പോയി നിധി എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചില്ല. നിധിക്കും അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ. നമ്മളിനി എന്ത് ചെയ്യും നിധി, നമ്മളിനി എന്ത് ചെയ്യും, നമുക്ക് കണ്ടുപിടിക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ സമാധാനിപ്പിക്കുക സുധീഷിനെ. സുധീഷ് കയ്യും കാലമൊക്കെ വിറയ്ക്കുന്നു. അതിനുശേഷം കണ്ണുനീരൊക്കെ തുടച്ച് എന്തൊക്കെയോ ഇങ്ങനെ എന്നൊക്കെ പറയാം. വാ നിധി നമുക്ക് പോകാം നിധി എന്നും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോരുന്നു. ഈ സമയത്ത് അവർ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. എന്തായിന്ന് ചോദിച്ചു. പരാതി കൊടുത്തെന്ന് നിധി പറഞ്ഞു. അവർ രണ്ടുപേരും അകത്തോട്ട് നിങ്ങൾ അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അകത്ത് എന്നിട്ട് ഇവരോട് വിവരം പറഞ്ഞു. പരാതി കൊടുത്തു. സുഭാഷേട്ടൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, അവരന്വേഷിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ സുധീഷിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. സുധീഷ് ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പോൾ ആരാന്ന് ചോദിച്ചു നിധി. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ സുഭാഷേട്ടൻ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞ് നിധി പറഞ്ഞതനുസരിച്ച് സുധീഷ് ഫോൺ എടുത്തു. ഹലോ സാർ, ഞാൻ ലോൺ സർവീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ സാറിനൊരു ലോൺ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാം, എടുക്കാൻ നോക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു. സുധീഷ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്തായാലും പോലീസുകാരുടെ വഴിക്ക് നോക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് നോക്കാം. സുഭാഷേട്ടനില്ലാണ്ട് ഈ വീട്ടിൽ നമുക്ക് പറ്റത്തില്ല എന്ന് ഹരീഷ് പറയാം. എടാ അതിന് നമ്മൾ എവിടെ നിന്ന് വെച്ചിട്ടാണ് അന്വേഷിക്കുക എന്ന് സുധീഷ് ചോദിക്കാം. എന്ന് കരുതി അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? തേടിയോടത്ത് തന്നെ പിന്നെ തേടണം, ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവർ പോകാൻ ഇറങ്ങിയ സമയത്ത് ലളിതയും വല്യച്ഛനും കൂടെ കയറി വരുന്നു. അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അവരെന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ സുധീഷ് ഇറങ്ങിച്ചെന്നു. എന്താന്ന് ചോദിച്ചു. വാ എന്നും പറഞ്ഞ് ഇങ്ങനെ സുധീഷിൻ്റെ തോളത്ത് കൈ വെക്കുക. വാ എന്നും പറഞ്ഞ് ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ട്. അപ്പോഴത്തേക്ക് നിധി ഇവർക്ക് ഇരിക്കാൻ കസേരയൊക്കെ ഇട്ട് കൊടുത്തു. അവർ രണ്ടുപേരും കൂടെ വന്നങ്ങനെ ഇരുന്നു. കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു നിധി. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര സൗമ്യമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കേട്ടു, അത് അന്വേഷിച്ച് പോകാമെന്ന് കരുതി വന്നതാ എന്നിങ്ങനെ ലളിത പറയാം കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛന് ദേഷ്യം വന്നു. ഒരു വീഡിയോ ഒക്കെ എടുത്ത് വലിച്ചവിടെ ഇരിക്കുകയാണ് ഭാസ്കരേട്ടൻ. അപ്പോൾ എവിടേക്കാണ് പോയത്? അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. എന്താ മോളെ ഇത്, അവൻ കൊച്ചു പയ്യനാണോ, കാണാനില്ലെന്ന് പറയാനെന്ന് വല്യച്ഛൻ ചോദിക്കുക അവരോട്. ഇവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും പറയാനില്ല അവർക്ക്. അപ്പോൾ പുറത്തിരിപ്പുണ്ടല്ലോ ഒരുത്തൻ, അവൻ സുഭാഷുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ലളിത ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ജോത്സ്യം വന്നതാണെന്ന് പറയുമ്പോൾ ജോത്സ്യനോ? ജോത്സ്യം വന്നതാ. അപ്പോൾ ജോത്സ്യൻ സുഭാഷേട്ടനെ പറ്റി പറയുന്നത് കേട്ട് സങ്കടമായതാണെന്ന് പറഞ്ഞു നിധി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിങ്ങ് തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ എടുത്ത് കാണിച്ചു കൊടുത്ത് ഇതാണ് കണ്ടതെന്ന് പറഞ്ഞു. അവരത് വായിച്ച് നോക്കി. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് വല്യച്ഛൻ ചോദിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു ഈ വീട് വിട്ടങ്ങ് പോയിക്കോളാൻ. ഇവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് നല്ലത് നടക്കാൻ പോകുന്നില്ല, അത് ഞങ്ങൾക്കും നല്ലത് നടക്കാൻ പോകുന്നില്ല എന്ന് കിട്ടിയ അവസരത്തിൽ അങ്ങേര് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭാസ്കരേട്ടന് ഭയങ്കര ദേഷ്യം വന്നു. ഭാസ്കരേട്ടൻ ഇങ്ങനെ ഇരിക്കുക ഏട്ടാ. ഈ സമയത്ത് അതൊന്നും പറയണ്ടെന്ന് പറയാണ് ലളിത അന്നേരം. കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് വന്നതാണെന്ന് ലളിത പറയാം കേട്ടോ. ജോലി ചെയ്ത സ്ഥലത്തൊക്കെ അന്വേഷിച്ചല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരേട്ടൻ വലിച്ചുകൊണ്ടിരുന്ന വീഡിയോ വലിച്ചെറിഞ്ഞിട്ട് കയറി പോകാൻ നോക്കുക. പക്ഷെ വേണ്ടാന്ന് വിചാരിച്ച അവിടെ ഇരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും നോക്കിയെന്നും എല്ലായിടത്തും അന്വേഷിച്ചെന്നും സുധീഷ് പറഞ്ഞു. അപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നിധി പറയാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോൾ ഭാസ്കരേട്ടൻ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അപ്പോൾ കയറി ചെന്നു. കാരണം ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരുമാതിരിയായിട്ട് തോന്നി. അങ്ങനെ കയറി ചെന്നു. എൻ്റെ മോനെ താൻ എന്താണോ ചെയ്തതെന്ന് ചോദിച്ചു കേട്ടോ ഭാസ്കരേട്ടൻ ചെന്നു. കണ്ടില്ലേ,
ഇവിടേക്ക് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ കാര്യം അന്വേഷിച്ചിട്ട് മോശമാണെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞു എന്ന് ലളിതയോട് ചോദിക്കാം. ഇപ്പം എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് വല്യച്ഛൻ അവിടെ നടന്ന് ഇങ്ങനെ പറയുന്നു. ദിവസവും ജോലിക്ക് പോയി തിരിച്ചു വന്നുകൊണ്ടിരുന്ന എൻ്റെ മോൻ പെട്ടെന്ന് കാണാതായത് പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ തന്നെയാവും കാരണമെന്നൊക്കെ പറയുമ്പം ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവർ പിള്ളേര് ഭാസ്കരേട്ടനെ വഴക്ക് പറയാം. ഈ വീട്ടിൽ ആകെയുള്ള നല്ല ഒരുത്തൻ അവനെ കാണാതെ പോയി എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ വന്ന് ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മെക്കിട്ട് കയറണ്ടാന്ന് ലളിത പറയാണ്. വരണ്ടാന്ന് വെച്ചിട്ട് മനസ്സ് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യ സമ്മതിച്ചില്ല, അത് ഞാൻ വിശ്വസിക്കണം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരേട്ടൻ ദേഷ്യപ്പെടുക ലളിതയോട്. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആ ചുളുവിന് ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് എങ്ങനെ ഓടിക്കാവുന്ന രണ്ടിനെ കണക്കൂട്ടിയുള്ള വരവല്ലേ എന്ന് ഭാസ്കരേട്ടൻ ചോദിച്ചു. എൻ്റെ തലവര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയിൽ കൈവച്ച മനുഷ്യൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക. അപ്പം വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഒരാൾ ഇല്ലാണ്ടാക്കണമെന്ന് മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ എന്ന് വല്യച്ഛൻ നേരം നിധിയോടും സുധീഷിനോടൊക്കെ ആയിട്ടെന്നൊന്ന് ഇങ്ങനെ പറയണേ. ഭാസ്കരേട്ടൻ പുറത്ത് പോയി കൈ പുറക്കി കെട്ടി ഇങ്ങനെ നിൽക്കുക. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അവരങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഒരു വിവരവും ഇല്ല, ഒന്നും അറിയത്തുമില്ല. സുഭാഷേട്ടൻ വരും, നിങ്ങളെയൊന്നും കാണാതെ അങ്ങനെ മാറി നിൽക്കാൻ സുഭാഷേട്ടനെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി അന്നേരം ഇവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അങ്ങനെ ഇവരങ്ങോട്ടും ഈ ഒരു ആലോചനയും ഈ ഒരു തേടലുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഉള്ളു പൊള്ളുന്ന വേദനയോടെ ഭാസ്കരേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് സുഭാഷേട്ടനില്ലാതെ ആർക്കും പറ്റില്ല നിധി. അപ്പോൾ എല്ലാവരും ഒരു ഇതിനിവിടെ ഇരിക്കുന്നേ ഉള്ളൂ. എവിടെ പോയി അന്വേഷിക്കുമെന്നോ എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എല്ലാവരും സുഭാഷേട്ടൻ എന്നുള്ള ആ ഒരു ഒറ്റ ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും നമ്മുടെ സുഭാഷ് ഇവരെ വിട്ടുപിരിഞ്ഞ് പോകാനൊന്നും പോകുന്നില്ല, തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.